ഇന്ന് വീട്ടിൽ നിന്ന് ഒരു സ്ഥലം വരെ ഞങ്ങൾ പോയായിരുന്നു. അമ്മയും ഞാനും കൂടെയാണ് പോയത്. നമ്മളുടെ ബന്ധത്തിൽപ്പെട്ട രേമാൻറ്റിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കിടക്കുവാണ്. അപ്പം കാണാൻ വേണ്ടി അങ്ങനെ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഇവിടെ നിന്ന് തിരിഞ്ഞ് പോകുന്ന ഒരു വഴിയാണിത്. മുഹമ്മ ഭാഗത്ത് അവിടെ എത്തിയപ്പോൾ ഒരു വീഡിയോ എടുത്ത്, പിന്നെ ചേർത്തല ചെന്നിട്ട് അവിടെയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം യാത്ര ചെയ്യുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ്. ഇതൊക്കെ ഓരോ കടകളൊക്കെയാണ്. ഇത് നമ്മളുടെ ഇവിടെയുള്ള മുഹമ്മ റൂട്ടാണ് കേട്ടോ. അവിടെയുള്ള കടകളൊക്കെയാണ്. ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ബസ്സിലാണ് പോയത്. അപ്പം നേരം കണ്ട കാഴ്ചകളൊക്കെ ഞാൻ ഫോണിൽ ചുമ്മാതെ എടുത്ത്, ഞാനങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാറുള്ള ഒരാളല്ല. പക്ഷേ ഇതാദ്യമായിട്ട് വീഡിയോ എടുത്താണ്. ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വ്ളോഗ് പോലെയൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടില്ല. എന്നാലും ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം മൊത്തത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറേശ്ശെയൊക്കെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബസ്സിലിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അവിടെ പോയപ്പം ആൻറ്റിയുടെ വീടൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് എൻ്റെ അമ്മാവൻ്റെ വീട് വരെ കയറിയായിരുന്നു. ആ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഈ പോകുന്ന വഴിയും സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ മുഹമ്മയിൽ പോകുമ്പോഴുള്ള ആ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ പോയി ചേർത്തല എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോയി. അതിന് മുമ്പായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയായിരുന്നു. ഇത് ഇന്ത്യൻ കോഫി ഹൗസിലാണ് ആദ്യമേ പോയത് കേട്ടോ. ആദ്യമേ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി എനിക്കൊരു ബിരിയാണി അമ്മ മേടിച്ച് തന്നു. അത് കഴിക്കണം. അങ്ങനെ അതൊക്കെ കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്രാവശ്യം മുട്ട ഇല്ലായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ബിരിയാണി വാങ്ങുമ്പോൾ മുട്ടയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, ഒരു മുട്ട തന്നില്ല. വില പക്ഷേ 150 രൂപ തന്നെയായിരുന്നു. മുട്ട ഇല്ലെങ്കിലും ഒരു പൈസ കുറച്ചില്ല. എന്തായാലും അന്നത്തെ പോലെ അല്ലായിരുന്നു. ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ സ്വാദാണേലും അന്നത്തെ പോലെ അത്ര നല്ലതല്ല. ഞാൻ ഇതിനു മുമ്പ് കഴിക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ബിരിയാണി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും ബിരിയാണി മേടിച്ച് കഴിച്ചത്. പക്ഷേ അത്രയ്ക്കൊരു ടേസ്റ്റ് വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ബിരിയാണിയൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങി കഴിച്ച് അമ്മ അവിടുന്ന് ഒന്നും കഴിച്ചില്ല. അമ്മ ഒരു ജ്യൂസ്, ഒരു നാരങ്ങ ജ്യൂസ് മേടിച്ച് അത് മാത്രം അമ്മ കുടിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫ്രൂട്ട്സ് കടയിലാണ് പോയത്. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച്, നമ്മളൊരു രോഗികളെ കാണാൻ പോകുമ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച്. പിന്നെ ഞങ്ങളുടെ കുട ഇല്ലായിരുന്നു. അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കുട ഇല്ലെങ്കിൽ നനയുമല്ലോ. അച്ഛൻ കൊണ്ടുപോയി ഒരു കുട കളഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു കുട വാങ്ങിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ കയറി അങ്ങനെ പോയി. നമ്മൾ തുറവൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ ബസ് നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത്. തുറവൂർ അമ്പലത്തിലുള്ള ഒരു വലിയ കുളമാണ് കേട്ടോ. അമ്പലക്കുളമാണ്, വലിയൊരു കുളമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയപ്പോൾ അന്നേരം എടുത്തൊരു വീഡിയോ ആണ് ഇത്. നരസിംഹമൂർത്തിയുടെയും ഒക്കെ ഒരു അമ്പലമാണ്. അതുപോലെ ശിവഭഗവാനെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നൊരു അമ്പലമാണ്. ഒരു വലിയ അമ്പലമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് മുമ്പ് വെടിവഴിപാടൊക്കെ നേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി കുറേ നടത്താനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം അവിടെ പോകണം, ഒന്നുകൂടെ പോകണം. അപ്പോൾ ആ അമ്പലം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇത് കൂടെ കേട്ടോ. എനിക്കിവിടെ ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്പലം കൂടെയാണ് തുറവൂർ അമ്പലം. ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചതങ്ങനെ സാധിച്ച് മഹാദേവൻ തന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ആ അമ്പലത്തിൽ. അതുകൊണ്ടാണ് ഞാനങ്ങനെ വെടിവഴിപാടൊക്കെ നടത്തിയത്. കുറച്ച് നടത്തി, പക്ഷെ എന്നാലും പിന്നെയുള്ള നടത്താൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള പോയി നടത്തണം. ഇവിടുത്തെ വഴിപാടാണത്. 1100 വഴിപാടാണ് നേർന്നത്. അത് നടത്താൻ പറ്റിയിട്ടില്ല. 1001 അത് ഇനി നടത്താൻ പോകണം. 500 നടത്തി, ഇനി ബാക്കി 500 കൂടെ നടത്തണം. അപ്പോൾ ഇനി അവിടെ പോയി നടത്താനുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുമ്പം എരമല്ലൂർ കുത്തിത്തോട് ഭാഗമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോണ ഒരു അവിടെ ഉള്ളൊരു സ്ഥലമൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ അവിടെയായിട്ടാണ് ഈ ആൻറ്റിയുടെ വീട്. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെയാണ് ഞാൻ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ എന്തോ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആൻറ്റിയുടെ വീടൊന്നും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പോയിട്ട് തിരിച്ച്
ബസ്സിൽ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകുന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പോയി ആൻറ്റിയെ കണ്ട് അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ ആലപ്പുഴക്കല്ല ആദ്യമേ പോയത്, ചേർത്തലക്കാണ് കേട്ടോ. എൻ്റെ ഒരു അമ്മായി ഉണ്ട്, അമ്മായിക്ക് വയ്യാതെയൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അമ്മായി ഒന്ന് കാണുമ്പോൾ അമ്മ പറഞ്ഞങ്ങനെ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലോട്ട് കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ എടുത്ത വീഡിയോ ആണ് അത്. ചേർത്തലയിലാണ് അമ്മായിയുടെ വീട്. അമ്മാവൻ്റെ വീടാണ് ചേർത്തലല്ല. അപ്പോൾ അമ്മാവൻ മരിച്ചുപോയി. ഇപ്പം അമ്മായിയുടെ അനിയത്തിയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ എടുത്തൊരു ഇതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ചേർത്തലയിലാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അമ്മാവൻ്റെയൊക്കെ വീട്. അപ്പോൾ അത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കണ്ട കാഴ്ചകളൊക്കെ ഫോണിൽ ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ. എനിക്ക് ഈ വഴികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ പണ്ട് പോകും പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. റോഡൊക്കെ ആകെപ്പാടെ മൊത്തത്തിൽ പൊളിച്ച് ഒരു ഫ്ലൈ ഓവറൊക്കെ പോലെ റോഡിൻ്റെ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഞാൻ സത്യത്തിൽ വീഡിയോ ഒന്നും അങ്ങനെ അധികം എടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗായിട്ടൊന്നും അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് വ്ളോഗ് ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ഒരു വ്ളോഗായിട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ പോയ വഴികളും ഓരോ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അമ്മാവൻ്റെ വീട്ടിലോട്ടാണ്. അമ്മാവനൊക്കെ ആദ്യമേ താമസിച്ചുകൊണ്ടിരുന്നത് റെയിൽവേയുടെ തെക്കോശയായിരുന്നു. അപ്പോൾ അവിടെ റെയിൽവേക്ക് വേണ്ടി സ്ഥലം പോയപ്പോഴത്തേക്ക് ഇവർ ഇവിടെ പടിഞ്ഞാറ് സൈഡിന് വന്ന് വീട് വെച്ച് താമസിച്ച്. അങ്ങനെ അമ്മാവനൊക്കെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മാവൻ മരിച്ചതിന് ശേഷം ഇവിടെ ഈ സ്ഥലം നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് കുറേ പോയി. അപ്പോൾ ഇവിടെ ബൈക്കൊക്കെ നേരത്തെ വെക്കുന്ന അമ്മാവൻ്റെ വീട്ടിലായിരുന്നു, കടയുടെയൊക്കെ അടുത്തായിട്ടായിരുന്നു. ഇപ്പോൾ കട തുടങ്ങിയിട്ടുണ്ട് അവർ. അത് ഒരു ബിൽഡിങ് വാടക കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ ഞാനും അമ്മയും കൂടെ അങ്ങനെ അമ്മാവൻ്റെ വീട് വരെ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അമ്മാവൻ്റെ വീട്. അപ്പോൾ അമ്മാവൻ്റെ വീടാണ് ഈ കാണുന്നത്, ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ വന്നിറങ്ങിയിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് അമ്മാവൻ്റെ വീട് ആണ്. 2 വീടും അമ്മാവൻ്റെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്ന ആ 2 വീട് കണ്ടോ, ആ ഒരു വീട് വാടക കൊടുത്തിരിക്കുകയാണ്. വാടക കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെ കടയുണ്ട്, അത് അമ്മാവൻ്റെ കട തന്നെയാണ്. പിന്നെ ആ കാണുന്ന വലിയ വീട് അമ്മാവൻ്റെ വീടാണ്. അത് 1.5 കോടി രൂപയോളം ആയി അത് പണിത് കഴിഞ്ഞപ്പം. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റെ അമ്മാവൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വീഡിയോ എടുക്കാറില്ല ഞാനങ്ങനെ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വീഡിയോ വെറുതെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എല്ലാവരും വ്ളോഗ് ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അനിയനുണ്ട് ഇവിടെ, അനന്തു എന്നാണ് പേര്. അവനോട് പറഞ്ഞപ്പം അങ്ങനെ വീഡിയോ എടുത്ത് അവനാണ് എല്ലാം കാണിച്ചൊക്കെ തന്നത്. അങ്ങനെ അവിടെയൊക്കെ മേളിലോട്ടൊക്കെ പോയി വീഡിയോ എടുത്ത്. ആദ്യമേ പോയത് മേളിലത്തെ മുറിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി വീഡിയോ എടുത്ത് അവൻ്റെ റൂമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അനിയനാണ്, അനിയൻ്റെ വീട്ടിൽ വന്നതാണ്, അമ്മാവൻ്റെ വീടാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൻ വീട് കാണിച്ചു തരാൻ പറഞ്ഞെന്ന് ഒരു വീടിൻ്റെ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് ഇത്. ഞങ്ങൾ മേളിലത്തെ മുറിയിൽ നിന്ന് ഇപ്പോൾ താഴത്തോട്ട് വരുവാണ്. ഇവിടെ ലൈറ്റ് ഉണ്ടോടാ അനന്തു? ഇവിടെയൊക്കെ അതുണ്ട്, മേളിൽ ലൈറ്റുണ്ട്. ഇതിൻ്റെ ടെറസിൻ്റെ മേളിലോട്ട് പോകണം എങ്ങനെ? നമുക്കോട്ട് പോവാം. അത് നമ്മൾ മേളിലാണ് ആദ്യമേ കയറിയത് കേട്ടോ. അപ്പോൾ മേളിൽ തന്നെ പോയി ടെറസിൻ്റെ മേളിൽ കാണിച്ചു തരാം. ഇതാരുടെ മുറിയാ? ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് മുറി, തുറക്കാറുള്ളല്ലേ? ഇതാണ് ടെറസ്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പുറത്ത് കാണുന്ന ഇത് നിങ്ങളുടെ വീടല്ലേ? ഇത് റെന്റിന് കൊടുത്തിരിക്കുമല്ലേ? റെന്റിന് കൊടുത്തിരിക്കുന്ന വീടാണ്. ഇതും അമ്മാവൻ്റെ തന്നെ വീടാണ്, അനന്തുവിൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട് ഇവിടെ നമുക്ക് നോക്കി കാണാം. പിന്നെ താഴത്തോട്ട് 2 വാട്ടർ ടാങ്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വല്ല എടുക്കുന്നല്ലേ? അപ്പുറത്തതോ? ഇനി പൊക്കത്തിലോട്ടും ഉണ്ടല്ലേ? ഞാൻ അതും കൂടെ നമുക്ക് നോക്കാം. അല്ലല്ലേ?
വന്നാൽ ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ അങ്ങനെ വന്നിരിക്കാറുണ്ട്. ആ, നല്ല രസമുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞു. റോഡൊക്കെ നല്ലോണം കാണാം. നല്ല അവിടെയല്ലേ റെയിൽവേയുടെ ഇത് പോയിരിക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ വന്നപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് സ്ഥലം പോയല്ലോ ഇവിടുത്തെ. അങ്ങനെ സ്ഥലം പോയി. ആ, നേരത്തെ അവിടെ വരെ ഉണ്ടായിരുന്നായിരുന്നു. ആ, അതെ, അവിടെ വരാം ബൈക്ക് വയ്ക്കുന്നവരെ. ഹൈവേ സൈഡ്. ആ, ഉണ്ടായിരുന്നു. പകുതി സ്ഥലം ഉണ്ടായിരുന്നു. ആ, അപ്പം ഞാൻ ആദ്യമേ വന്നപ്പോഴേ മേളിലത്തെ മുറിയിലാണ് പോയത്. അനന്തുവിൻ്റെ മുറിയാണ് ഫസ്റ്റ് കാണിച്ചത്. ഇനി താഴത്ത് പോയിട്ട് താഴത്തെ മുറി അവിടെയുള്ള റൂമൊക്കെ കാണിക്കാം കേട്ടോ. താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ, ഒരു ഹാളാണ്. ആ, ബാൽക്കണി ഉണ്ട്. ആ, പിന്നെ അപ്പുറത്ത് എടുത്തില്ല. ആ, ഈ അലമാരി ഇങ്ങനെ തുറക്കുന്നതാണോ? സൈഡ് ഇങ്ങനെ വലിച്ച് തുറക്കണം. തുറന്നേ, സ്ലൈഡിങ് ബോർഡ് ചെയ്തിട്ടുള്ള അലമാരിയാണ്. ഉണ്ടോ? ആ, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണോ? ഗെയിം കളിക്കാൻ വേണ്ടിയല്ലേ? ഇപ്പൊ പബ്ജിയും കളിക്കും, പക്ഷെ കൂടുതലും കളിക്കണമെങ്കിൽ ഫുട്ബോൾ ആയിരിക്കും. ആണല്ലേ? കാരണം അതാകുമ്പോ ഒറ്റയ്ക്ക് കളിക്കാലോ. പബ്ജി സ്കോഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കളിക്കാൻ. ഇതും പുറത്തോട്ടുള്ളതാണല്ലേ? ഇതും പുറത്തോട്ടുള്ള ഒരു ചെറിയൊരു ബാൽക്കണിയാണോ? ഇവിടെ എന്നാലും എല്ലാം കാണാം. കുറച്ചുകൂടെ വ്യൂ പോയിന്റ് കൂടുതലാണോ? അപ്പുറത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യൂ പോയിന്റ് കൂടുതലാണ്. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ, സ്ഥല സൗകര്യം കുറച്ച് കൂടുതലുള്ളത് അപ്പുറത്താണ്. പക്ഷെ യൂസ് എപ്പോഴും ഇവിടെ തന്നെയാണ്. ഇവിടെ ഈ ബെഡ്റൂം ആക്റ്റീവ് ആണ്. അതുപോലെ അപ്പുറത്തെ ഭാഗം എപ്പോഴും. ഇത് ബാത്റൂം അല്ലേ നിന്റെ? ബാത്റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ, വന്നല്ലോ. ഇട്ട് വെച്ചിരിക്കുന്നു. ലൈറ്റ് ഇട്ടതേ ഉള്ളൂ. ഈ വീട് പണിത് കഴിഞ്ഞപ്പോൾ മൊത്തം എത്രയാടാ? മൊത്തം എത്ര ലക്ഷം രൂപ വീട് പണിതന്നെ? 65. മറ്റേ വീടും ഇത് സെയിം റേറ്റ് തന്നെ അല്ലേ? കുറവാണോ? അല്ലേ, കുറവാണ്. ഉള്ള സൗകര്യം അവിടെ ഇല്ലല്ലേ? സ്ക്വയർ ഫീറ്റ് കുറവാണ്. ആ, ഇന്റീരിയർ വർക്ക് കുറച്ച് മിനിമലായിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മളെ എന്താ പറയാ, ജിപ്സം ബോർഡ് വർക്കും കാര്യങ്ങളും പർപ്പസ് ആയതുകൊണ്ട് നമ്മള് അവിടെ മിനിമലായിട്ട് ചെയ്തേക്കണം. ഈ താഴത്തെ റൂമൊക്കെ ഒന്ന് കാണിച്ചേ. ബെഡ്റൂമാണ്. താഴത്തെ ബാത്റൂം അതുപോലെ തന്നെയാണോ? സെയിം? വ്യത്യാസം? ലൈറ്റ് ഉണ്ടോ? ആ, ഇല്ല. അതിന് ഇപ്പോൾ PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടോ? ആ, പോലീസിൻ്റെ ഒക്കെ നോക്കാൻ മേലേ? ഇഷ്ടല്ലേ? ആ, ഓഫീസ് വർക്ക്. LD ക്ലർക്കൊക്കെ എഴുതുന്നില്ലേ ലാസ്റ്റ് ഇയർ? ആ, എഴുതും. ആ, കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ടല്ലേ? എന്തുവാ പഠിക്കുന്ന? ടാലിയാ? സോഫ്റ്റ്വെയർ? ആ, ഡേറ്റ എൻട്രി. ആ, ഇത് വലിച്ചു തുറക്കുന്നതാണോ? അല്ലല്ലോ, നോർമലായിട്ടുള്ള. ആ, അങ്ങനെ തന്നെ. വ്യത്യാസമുണ്ട്. ആ, അവിടുത്തെ ഇവിടുത്തെ തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, സെയിം ആണ്. സെയിം കബോർഡാണ്. സൈഡിങ് കബോർഡ് ഉള്ളൂ. ഡൈനിങ്. ഈ ഗ്ലാസ് ടോപ്പോ അല്ലേ? മേശ ഗ്ലാസ്സാണോ ഫൈബറാണോ? ഗ്ലാസ് ടോപ്പാണോ?
ഈ ഫ്രിഡ്ജ് ഡബിൾ ഡോർ അല്ലേ? ഒന്ന് തുറന്നേടാ. അതെ വർക്ക് ഏരിയ. ഇത് വീടിന്റെ പുറകിലോട്ടുള്ള അന്യെ കാണിക്കാം. അന്യെ നോക്ക. അന്യെ ഇത് കാണിക്കണ്ട. ഇതപ്പുറത്തെ എന്തെങ്കിലും വീടാണോ? വീടാണോ? മുമ്പ് അവിടെ എന്തോ വേറെ എന്തോ ഒരു സംഭവമല്ല? വീട് തന്നെയായിരുന്നല്ലേ? സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ തോന്നല്ലേ അവിടെ? ഇല്ലല്ലേ? അതിവിടെയാണോ? ഇല്ല. സിനിമ ഷൂട്ട് ചെയ്തിട്ട് മുമ്പാണ് അനിയത്തി പ്രാവ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ ഹൈവേ സൈഡിൽ ഈ റോഡില്ല, ചെറിയൊരു പോക്കറ്റ് റോഡായിരുന്നു. ഈ നമ്മുടെ ഇവിടെ ഈ സൈഡിലോട്ട് വരുന്ന ശക്തീശ്വരം ജംഗ്ഷൻ ഉണ്ട്. അവിടെ സൈഡിലോട്ട് വരുന്ന ഈ എന്താ പറയുന്ന ശാലിനി ബസ് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. കുഞ്ചാക്കോവൻ ഇവിടെ ചാക്കോച്ചിന്റെ സൈഡിൽ ഇവിടെ നിൽക്കുന്ന ഈ ഒരു നമ്മുടെ ഈ സൈഡിലൊരു റോഡുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു ബസ് ഇറങ്ങിയ ഒരു കുഞ്ഞു ഷോട്ട് അവിടെ എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, നമ്മള് മുമ്പുള്ളതല്ലേ. ഞാൻ ചങ്ങല പോലെ തൂക്കിട്ടിരിക്കുന്നു. അത് ജസ്റ്റ് ഒരു നമ്മുടെ ഫ്ലോ പോലെ പോകും. അപ്പൊ ഈ ചെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പയ്യെ വീഴുള്ളൂ. ചെയിൻ ഇങ്ങനെ നമ്മള് വെള്ളം ഇങ്ങനെ താഴത്തേക്ക് പതുക്കെ വരാൻ വേണ്ടി പതുക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നല്ല ഫ്ലോയിലായിരിക്കും, ഭയങ്കര സൗണ്ടും അഴുക്കും കയറാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മുറ്റത്ത് മൊത്തവും ഇങ്ങനെ അറ്റയിലിട്ടിട്ടുണ്ടല്ലേ? ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഇത് പൂഴിയാണല്ലോ. പൂഴിയാണ്. അപ്പൊ പൂഴി ആയത് കാരണം നമ്മൾ മഴക്കാലം വരാൻ നേരത്ത് ഈ പൂഴിയല്ല നമ്മുടെ ഇതാണ്, എന്താണ് അതിന്റെ പേരെന്താണ്, പൂഴിയിലും കൂടുതലൊരു ഗ്രാവലാണ് സത്യം പറഞ്ഞാൽ ഇട്ടേക്കണം. അപ്പൊ ഗ്രാവല് പൂഴിയുടെ അത്ര ഇത് ആവില്ലെങ്കിലും കുഴയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നടക്കുമ്പോഴായാലും അറിയാതെ പോലും നമ്മുടെ ആരോഗ്യത്തെ പറ്റി വീടിനകത്തേക്കും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്റർലോക്ക് ഇട്ടേക്ക്. ഇത് ക്യാമറയാണല്ലേ അനന്തു? ഇത് ക്യാമറയുടെ ഇതാണല്ലേ? CCTV വെച്ചിട്ടുണ്ടല്ലേ? പുറത്താണ് വെച്ചിരിക്കുന്നത്? അകത്തൊക്കെയാണോ? പുറത്ത് വെച്ചിട്ട്. അപ്പോൾ അത് കാറൊക്കെ കിടക്കുന്ന അവിടെയാണല്ലേ? പുറത്ത് അതെവിടെയാണ് കാറ് കിടക്കുന്നത്? ഇവിടെ അല്ലേ ഉണ്ടോ? ഇപ്പുറത്തുണ്ട്. മാറ്റി വെക്കണം. സ്റ്റാർട്ടാക്കി എടുക്കുമോ? തള്ളി മാറ്റാം. അന്നേ നീ തള്ളി മാറ്റണ്ടോ? വേണ്ട വെയിലല്ല ഇവിടെ നിന്ന്. ഇതൊക്കെ ആരായിട്ട് വെച്ചു ഈ പോക? അമ്മ. അനന്തു വെള്ളമൊക്കെ ഒഴിക്കുവോ? കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകാൻ വേണ്ടി പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവിടുന്ന് ഞങ്ങൾ ബസ് കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. ആലപ്പുഴ ബസ് നോക്കി നിന്നാണ് എടുത്ത വീഡിയോ ആണ്. നല്ല വെയിലാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പം മരങ്ങളൊക്കെ റോഡ് സൈഡിലേക്ക് വെട്ടി മാറ്റിയതുകൊണ്ട് ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ്. അതുകൊണ്ട് കുട പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അമ്മയുണ്ട് അടുത്ത്, അമ്മക്കും വെയിൽ കൊണ്ടിട്ട് മേല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ